ഇന്ന് നമുക്ക് തേങ്ങ അരച്ചിട്ടുള്ള നല്ലൊരു മീൻകറി ഉണ്ടാക്കാം. ഹോട്ടലിലൊക്കെ ഊണിൻ്റെ കൂടെ കിട്ടുന്ന ഓറഞ്ച് കളറുള്ള മീൻകറിയാണിത്. ഈ ഒരൊറ്റ കറി മതി ഒരു പാറ ചോറുണ്ണാൻ. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിനാവശ്യമായ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി, 4 വലിയ ചെറിയുള്ളി, ഏകദേശം 1 കപ്പിൻ്റെ 1/3 വരും, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതേപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനി നമുക്ക് പാൻ ഒന്ന് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 10 സെക്കൻഡ് നേരത്തേക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം ഇതൊരു 10 സെക്കൻഡ് കൂടെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ ഒരു 2 മിനിറ്റ് നേരം നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ചു വെച്ച തേങ്ങയുടെ അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് കലക്കി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഏകദേശം 3 മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അരപ്പിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം 1/4 കപ്പ് ചൂടുവെള്ളത്തിൽ 15 മിനിറ്റ് നേരം ഇട്ട് വെച്ച കുടംപുളി വെള്ളത്തോടു കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള കുടംപുളിയുടെ പുളിപ്പ് അനുസരിച്ച് 2-3 കഷ്ണങ്ങൾ ചേർക്കാവുന്നതാണ്. കൂടെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വന്നോട്ടെ. അതിനുശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ മീൻ ചേർത്ത് കൊടുക്കാം. അയലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഏത് മീൻ വെച്ചും നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാം. മീൻ ഈ ഗ്രേവിയിൽ മുങ്ങിക്കിടക്കത്തക്ക രീതിയിലാക്കിയതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കൊണ്ട് ഈ മീൻ വെന്ത് റെഡിയായിട്ടുണ്ട്. ഓരോ മീനിൻ്റെയും വേവ് അനുസരിച്ച് സമയത്തിൽ ചെറിയ വ്യത്യാസം വരും. അതുകൊണ്ട് 6-7 മിനിറ്റ് കഴിയുമ്പോൾ മീൻ വെന്തോന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. മീൻ വെന്ത് തുടങ്ങിയതിന് ശേഷം തവിയിട്ട് ഇളക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇളക്കാൻ വേണ്ടി മീൻ കറി വയ്ക്കുന്ന പാത്രം തന്നെ എടുത്തൊന്ന് ചുറ്റിക്കുന്നതായിരിക്കും നല്ലത്. മീൻ വെന്തതിന് ശേഷം ചാറിന് ഒരുപാട് പുളി കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ കുടംപുളി കഷ്ണം എടുത്ത് മാറ്റുന്നത് നല്ലതായിരിക്കും. മീൻ കറി ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ ഈ ചാറിലെ കുറച്ച് പുളി ഈ മീൻ കഷ്ണത്തേലോട്ട് കൂടെ പിടിക്കും. അതുകൊണ്ട് അതനുസരിച്ച് വേണം ചാറിൻ്റെ പുളി അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കറി മാറ്റി വയ്ക്കാം. ഇനി മീൻ കറിയിലേക്ക് താളിച്ച് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 2 ചെറിയുള്ളി കനം കുറച്ചരിഞ്ഞത് ചേർത്തിളക്കാം. ചെറിയുള്ളി ചെറിയൊരു ബ്രൗൺ നിറമായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലൂടെ ചേർത്തിളക്കാം. ഇപ്പോൾ ചെറിയുള്ളി നല്ല ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കറി മൂടി വയ്ക്കാം. മിനിമം 1 മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം വേണം മീൻ കറി യൂസ് ചെയ്യാൻ. കൂടുതൽ കുക്കിംഗ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.